നമസ്കാരം. ധന്യാസ് ലേൺ വിത്ത് ഫണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്ഷിതാക്കൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ് വായനയിൽ കുട്ടികൾക്ക് എങ്ങനെ താല്പര്യമുണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ആദ്യ ഉത്തരം തന്നെ ഞാൻ പറയാം. അതിനുള്ള ഏക റെമഡി, പ്രതിവിധി, നമ്മൾ അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കുക, അവരോട് നല്ലതുപോലെ സംസാരിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, പാട്ടുകൾ പാടിക്കൊടുക്കുക. അവരുമായിട്ട് എന്നും നമ്മുടെ സമയം ചിലവഴിക്കാൻ ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുക. എനിക്കറിയാം എല്ലാവരും തിരക്കിട്ട ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ നമുക്കൊക്കെ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മുതിർന്നവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിരുന്ന കഥകൾ, അല്ലെങ്കിൽ അവർ വിവരിച്ചു തന്നിരുന്ന കുറേ സംഭവങ്ങൾ. അതിലൂടെയെല്ലാം നമ്മുടെ ഇമാജിനേഷൻ പവർ, അല്ലെങ്കിൽ നമുക്ക് വായനയ്ക്ക്, അല്ലെങ്കിൽ വാക്കുകൾ, പ്രയോഗശൈലികൾ, വാക്യങ്ങൾ എങ്ങനെയൊക്കെ പ്രയോഗിക്കാം, ഈ ശൈലികൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം നമ്മുടെ സംസാരത്തിൽ എന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർ മിസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതാണ്. ഇന്നറിയാം മിക്ക വീടുകളിലും ന്യൂക്ലിയർ ഫാമിലീസാണ് കൂടുതലും, ജോയിൻറ്റ് ഫാമിലീസ് കുറവാണ്. അതും മുത്തശ്ശന്മാരും അമ്മൂമ്മമാരും അമ്മമ്മമാരും ഒക്കെ അടുത്തുള്ളവരും മുത്തശ്ശിമാരൊക്കെ അടുത്തുള്ളവരും വളരെ കുറവായിരിക്കും. അപ്പോൾ അച്ഛനമ്മമാരുടെ തിരക്ക് കാരണം അവർ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കുട്ടികളെ എൻഗേജ് ചെയ്തിരുത്താനായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഒന്നില്ലെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ടി വിയിൽ ഏതെങ്കിലും കാർട്ടൂൺ ചാനലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ അവരെ ഇരുത്തും. അപ്പോൾ അവിടെയൊക്കെ അവർ എൻ്റർടൈൻഡ് ആവുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത് വേറൊരു സംഭവം കൂടി അവരിലേക്ക് അറിയാതെ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യാണ്. അതായത് വേഗത. എന്തും അവർ വേഗതയിൽ കണ്ടും കേട്ടും ശീലിച്ചിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഇടയിലുള്ള ഒരു സ്ഥിരം സെൻറ്റൻസാണ്, അവർ പറയുന്ന ഒരു സെൻറ്റൻസാണ് ബോറടിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ കാലത്ത് അത് വളരെ വിരളമായി കേട്ടിരുന്ന ഒരു സെൻറ്റൻസാണ്. നമുക്ക് ഒരുപാട് കളികൾ കളിക്കാനുണ്ടായിരുന്നു, കൂട്ടുകാരുടെ കൂടെ കളിച്ചിരുന്നു നമ്മൾ. ആ കളികളെല്ലാം അതേപോലെ പുസ്തകങ്ങളുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അതിലത്തെ കഥകൾ വായിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുള്ള കഥകൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മുടെ ഭാവന ഒരുപാട് വളർന്നു. നമ്മുടെ ഇമാജിനേഷൻ പവർ, നമുക്കിങ്ങനെ ചിന്തിച്ച് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുവാനും പറയുവാനും ഒക്കെയുള്ള ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ കഴിവ് നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഉണ്ടായിപ്പോയതാണ്. അതുപോലെ തന്നെ നല്ല ഉച്ചാരണത്തോടെ സംസാരിക്കാൻ, ഉച്ചാരണത്തോടെ വായിക്കാൻ എല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഥകൾ വായിച്ചു കൊടുക്കണം. ആദ്യം വായന അവർ ശീലിച്ചിട്ടില്ല, അവർ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള സമയമുണ്ടാവുമല്ലോ. ആ സമയം മുതലേ തന്നെ നമ്മൾ ഇവരിൽ ഈ ഒരു കാര്യത്തോട്, അതായത് കഥകൾ എന്ന് പറയുന്ന ഈ ഒരു സംഗതിയോട് നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കുക. ഒരുപാട് നീണ്ട കഥയൊന്നും വേണ്ട, അത്രയൊന്നും അറ്റൻഷൻ സ്പാൻ അവർക്കില്ല. വളരെ ചെറിയ ചെറിയ കഥകൾ തിരഞ്ഞെടുത്തിട്ട്, നല്ല ചിത്രങ്ങളൊക്കെയുള്ള കഥകൾ തിരഞ്ഞെടുത്ത് അത് വായിച്ചു കൊടുക്കുക. അപ്പോൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് ഭംഗിയായിട്ട് അത് വിവരിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അതൊരു നല്ല മാർഗ്ഗമാണ്. അപ്പോൾ അതിലൂടെ അവർ നല്ല നല്ല വാക്കുകൾ പഠിക്കും. അപ്പോൾ ഈ കഥകൾ വായിച്ചു കൊടുക്കുന്നത് വെറുതെ വായിച്ചു പോയാൽ പോരാ, നല്ല എക്സ്പ്രഷൻസ്, ഭാവത്തോടെ വായിക്കണം. അപ്പോൾ എക്സ്പ്രഷൻസോടെ പറയുമ്പോഴേ അവർക്കത് ഇൻട്രസ്റ്റോടെ കേട്ടിരിക്കാൻ തോന്നുള്ളൂ. നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ കാണിക്കുന്ന അതേ സംഗതികളൊക്കെ അവരുടെ മുഖത്ത് വരുന്നത് കാണാം, ഇങ്ങനെയൊക്കെ വരുന്നത് കാണാം. അപ്പോൾ അത് കാണാനും നല്ല രസമാണ്. അപ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഒരു കഥ പറയും എന്നും അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കുകയാണ്. ഇത് ടീച്ചേഴ്സിനും ഞാൻ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ കഥ പറഞ്ഞു കൊടുക്കരുത്, കഥയിൽ നല്ല നല്ല എക്സ്പ്രഷൻസ് ആഡ് ചെയ്ത് വേണം പറയാൻ. അപ്പോൾ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് കേട്ടിരിക്കാൻ. അത് ഒരു കാര്യം. ഇനി കഥ വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ശരി ഇഷ്ടമായോ കഥ, ടാറ്റ എന്ന് പറഞ്ഞ് പോവരുത്. കഥ കഴിഞ്ഞ് ഒരു 4 ചോദ്യം അല്ലെങ്കിൽ ഒരു 3 ചോദ്യം, അതിൽ നിന്ന് റെലവൻ്റായ ഇമ്പോർട്ടൻ്റ് ആയ 3 ചോദ്യങ്ങൾ ചോദിക്കുക. 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചില കുട്ടികളൊക്കെ പെട്ടെന്ന് ഉത്തരം പറയും, ചില കുട്ടികൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കാണാം. അവരുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മുഖം കാണുമ്പോൾ തന്നെ അത് വെച്ച് നീട്ടരുത്. അപ്പം തന്നെ അവർക്ക് 2 ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഈ കഥയിൽ ആരാണ് പറന്ന് പോയത്? അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചോദിക്കുക, പൂമ്പാറ്റയാണോ കാക്കയാണോ പറന്ന് പോയത് എന്ന് ചോദിക്കുക. അപ്പോൾ
കുട്ടി വേഗം ഓർത്തെടുത്ത് പറയും ആ കഥയിൽ ആരാണ് പറന്നു പോയത് എന്നുള്ളത്. കാരണം അത്രയും നേരം കേട്ടതാണല്ലോ. ആ ഒരു ഓർമ്മയിൽ നിന്ന് കുട്ടി അത് പറയും. അപ്പോൾ പറയുമ്പോൾ അത് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യണം, നല്ല പോലെ എൻകറേജ് ചെയ്യണം. ആ മിടുക്കൻ മിടുക്കി, എന്തൊരു ഓർമ്മശക്തിയാ, നല്ല മിടുക്കിയായിട്ട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് കഴിയുമെങ്കിൽ ഒരു ചാർട്ട് അവരുടെ പേരിൽ വയ്ക്കുക. എന്നിട്ട് ഓരോ ദിവസവും അവർക്ക് വായിച്ചു കൊടുക്കുന്ന കഥ അല്ലെങ്കിൽ കവിതയാണെങ്കിൽ അത്, കുഞ്ഞു പാട്ടാണെങ്കിൽ അത് എഴുതി വെച്ചിട്ട് അതിലവർ എത്രത്തോളം എത്ര ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു അതിനനുസരിച്ച് അവർക്ക് സ്റ്റാറോ പൂക്കളോ മിഠായിയോ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള എന്തെങ്കിലും ആ ചാർട്ടിൽ വരച്ചു കൊടുക്കുക. ഒരിക്കലും സാധനങ്ങൾ വാഗ്ദാനം ചെയ്യരുത്. അതായത് ഇത് മുഴുവൻ കേട്ടിരുന്നാൽ അത് തരാം ഇത് തരാം എന്നൊന്നും പറയരുത്. അങ്ങനെ ശിക്ഷിക്കുകയും അരുത്. അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചെറിയ കഥകൾ സെലക്ട് ചെയ്യുക. പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും. അതായത് അടുത്ത ദിവസം വന്ന് നമ്മുടെ അടുത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ ചോദിക്കും, ഇന്ന് ഏത് കഥയാണ് പറഞ്ഞു തരിക, അല്ലെങ്കിൽ അവർ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരും, ഈ കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവരെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുക. പറയുമ്പോൾ ചിലപ്പോൾ അവർ ആഡ് ഓൺസ് ഒക്കെ ഉണ്ടാവും ആ കഥയിൽ. അപ്പോൾ എന്തൊരു തള്ളാണ്, മയത്തിലൊക്കെ തള്ളൂ എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. അതുപോലെ എന്തൊരു നുണയെ പറയണേ, എന്തിനിങ്ങനെ കള്ളം പറയണേ, അങ്ങനെയൊന്നുമില്ലല്ലോ ആ കഥയിൽ, അങ്ങനെയൊന്നും പറയരുത്. കാരണം അത് അവരുടെ ഇമാജിനേഷനാണ്, അവരുടെ വേൾഡിൽ നിന്ന് അവർ ഇമാജിൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. അവരവരുടെ ഇഷ്ടത്തിന് ഇമാജിൻ ചെയ്ത് പറഞ്ഞോട്ടെ. അത് പ്രോത്സാഹിപ്പിക്കണം, നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതെന്തായാലും ഗുണങ്ങളെ ചെയ്യൂ. അത് കഴിഞ്ഞ് വായിക്കേണ്ട പ്രായമാവുമ്പോൾ അവർക്ക് വായിക്കാനുള്ള ചെറിയ ചെറിയ പാസേജസ് മീൻസ് വലിയ അക്ഷരങ്ങളുള്ള 3-4 സെൻറ്റൻസസ് വരുന്ന ചെറിയ സ്റ്റോറീസ്, നല്ല പിക്ചറൊക്കെയുള്ള സ്റ്റോറീസ് വായിപ്പിക്കാം. അത് സഹായത്തോടെ വായിപ്പിക്കാം. അതും അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് വരുത്തുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് വളരെയധികം എഫക്റ്റീവായ ഒരു ആക്ടിവിറ്റിയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.